അപ്പൊ അങ്ങോട്ട് പോയിക്കൂടെ നിജസ്ഥിതി മനസ്സിലാക്കാൻ? അതല്ലേ സൂറത്തുൽ കഹ്ഫ് പഠിപ്പിച്ചത്? ക്ഷമിച്ചുകൊണ്ട് പോയി നിന്നില്ലേ? പിന്നെ എന്തിനാ സൂറത്തുൽ കഹ്ഫിൽ പഠിപ്പിച്ച അല്ലാഹ്? ഇരിക്കട്ടെ. അങ്ങനെ നിജസ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടി ഫോൺ ചെയ്ത ഒരാൾ ഞാൻ ആദ്യമായിട്ട് ഇപ്പുറത്തെ കൂട്ടത്തിലുള്ള വല്ലതീ തവല്ലാക്കി പ്രഭു മൂപ്പര. അതുകൊണ്ട് അയാളെ തന്നെ ആദ്യം എടുക്കാം. അയാൾ പറയുന്നത് എന്താ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കും. ഇപ്പൊ എന്താ പറയുന്നത്? ഇപ്പൊ പറയുന്നത് ഈ അഹമ്മദ് മുഹമ്മദ് ഹസൻ ഖസ്റജിയുടെ വീട്ടിൽ ഒരു കെട്ടുമുടിയുണ്ട്. പുല്ലേരിയൻ ഉണ്ടായിരിക്കും, നമ്മളാട്ട് പുല്ലേരി എന്ന് പറയലുണ്ട്. ഒരു കെട്ടുമുടിയുണ്ട്. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഈ കെട്ടുമുടിയുണ്ട് നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് കാലത്രയും എപ്പോഴേ മർക്കസിന്റെ സമ്മേളനം? 2011 ജനുവരി 7, 8, 9 അല്ലെ മർക്കസിന്റെ സമ്മേളനം. എന്നാൽ അതിന്റെ 2 കൊല്ലം മുമ്പ് 2009 ഇയാള് പ്രസംഗിച്ച പ്രസംഗം ഞാൻ കേൾപ്പിക്കാൻ പോന്നു. അന്ന് ഖസ്റജി വന്ന് മുടി തന്നിട്ടില്ല. അന്ന് അയാള് പറയുന്നു മർക്കസിൽ ഒരു കെട്ടുമുടിയുണ്ട്. അതൊന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. ഒന്ന്, മുസ്ലിം ഉമ്മത്തിനൊന്ന് മനസ്സിലാവും, ഈ ഒരു സത്യം പറയോ ഇല്ലേ? ഒന്ന്, ഞാൻ ചോദിക്കട്ടെ, മർക്കസിൽ ഷാറ് മുബാറക്ക് വെച്ച് അത് ഇട്ട വെള്ളം കൊടുക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കൊല്ലങ്ങളായി. എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ പോയി 2 കൊല്ലം മുമ്പ് 2009 അതിന് മുമ്പും വെള്ളം കുടിച്ച ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ ഉണ്ട്. കേരളത്തിന് പുറത്തു ഇല്ലേ? 2009 മുമ്പ് മർക്കസിൽ പോയിട്ട് വെള്ളം കുടിച്ച കുറച്ച് ആളുകൾ എഴുന്നേറ്റ് കേട്ടെ, ഞാൻ നോക്കട്ടുണ്ടോ ഇല്ല. ഒരുപാട് ആളുടെ എല്ലാവരും എനിക്കണ്ട ഇരുന്നോളി. ഈ സദസ്സിൽ തന്നെ ആയിരക്കണക്കിന് ആളുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ആരെങ്കിലും ഒരു കെട്ടുമുടി കണ്ടിനോ അവിടെ? എത്ര മുടിയാ കണ്ട്? 2 മുടി കഷ്ണമാണ് കണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ 2009 പ്രസംഗിക്കുന്ന മർക്കസിൽ ഒരു കെട്ടുമുടിയുണ്ട്. അതേ കൂട്ടർ ഇപ്പോഴും പണ്ട പഠിച്ച തന്നെ പറയുന്നു അവിടെ ഒരു കെട്ടുമുടിയുണ്ട്. കേട്ടോ? ഇപ്പൊ പറച്ചലൊന്ന് മാറ്റി. ഇപ്പൊ ഒരു കെട്ടുമുടി ഖസ്റജിന്റെ പുരക്കുണ്ട്. ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചെന്ന് നോക്കൂലേ? പക്ഷെ 2009 ഇവിടെ ഉണ്ട് എന്ന് തന്നെ പറഞ്ഞ കൂട്ടരാണിത്. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഞാൻ കേൾപ്പിച്ചു തരാം വാചകം. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇവരൊരു ഹാല്, ഒരു വലിയൊരു മെഡിക്കൽ കോളേജ് ലേബർ റൂമിൽ ഒരുപാട് സ്ത്രീകളെ കയറ്റുന്നത്. അങ്ങനെ നോക്കൂ, 100 സ്ത്രീകളുണ്ട് പ്രസവിക്കാൻ കയറ്റി. അപ്പൊ അവസാനം വന്നിട്ട് പറഞ്ഞു ഓപ്പറേഷൻ വേണോ നിർബന്ധം, എന്നാ ചെയ്തോളൂ, ഇതിന് ഒപ്പിട്ടു. കുറച്ച് കഴിഞ്ഞതിന്റെ ശേഷം കുട്ടീനെ കൊണ്ടുപോയി. അപ്പൊ ഈ കുട്ടീനെ കൊണ്ടുവന്നപ്പോ ഇയാള് ഒരു SKSF പ്രവർത്തനോ മറ്റോ ആയിരിക്കാം. ഇയാള് ചോദിക്കുന്നു എന്റെ ഭാര്യ എവിടെ? ഭാര്യ ഓപ്പറേഷന് വേണ്ടിട്ട് ഇങ്ങനെ ബോധം കെടുത്തിട്ടുള്ളത്. അപ്പൊ ഇയാളെ ചോദ്യം, ഇതെന്റെ കുട്ടി എന്നാന്നുള്ള എന്താ തെളിവ്? സിസ്റ്ററോടാ ചോദ്യം. അപ്പോ ഈ പ്രസവിച്ച പെണ്ണ് ബോധമൊക്കെ തെളിഞ്ഞതിന്റെ ശേഷം ഇത് നമ്മളെ കുഞ്ഞെന്ന്. അപ്പൊ ഇയാളെ ചോദ്യം, ഈ കുട്ടി എന്റേതാന്നുള്ള എന്താ തെളിവ്? അപ്പൊ ഇതാ എന്റെ അടുത്തുള്ള കുട്ടി, ഞാൻ നിങ്ങൾക്ക് കൊണ്ട തന്നില്ലേന്ന് ഈ പാവപ്പെട്ട പെണ്ണ് പറയാണേ. അപ്പൊ ഇയാളെ ചോദ്യം, 100 കുട്ടികളില്ലേന്ന് അതിന്റെ ഉള്ളില്? എവിടെ? ലേബർ റൂമിൽ ഒരുപാട് പെണ്ണുങ്ങൾ പ്രസവിച്ചിട്ടില്ലേ? നീ ബോധം കെട്ട സമയല്ലേ? അതുകൊണ്ട് ഇക്കുട്ടി എന്റെ ആണെന്നുള്ള എന്താ തെളിവ്? ലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം. കൂരിയാട്ടുകാരന്റെ ആയത്ത്. അതായത് ഖണ്ഡിതമായ തെളിവില്ലാതെ ഒന്നും പറയാൻ പറ്റൂല. അപ്പൊ ഈ കുട്ടി എന്റെ ഭാര്യ പ്രസവിച്ചതാണെന്നുള്ളതിന് തെളിവെന്താണ്? എന്താ ചെയ്യാ? നമ്മളൊരു കാര്യം ചെയ്യാം, ഈ കുട്ടീനെ നമ്മക്ക് സ്വീകരിക്കാൻ പറ്റൂല, അല്ലേ പിന്നെ SSF-കാരനാണ്ടി. ഇങ്ങനെ വല്ല കുട്ടിയെയും ആരെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇവന്റെ ന്യായം എന്താ? അവിടെ ഒരുപാട് കുട്ടികളില്ലേ? കുറെ കുട്ടികൾ ഉള്ളത് കൊണ്ട് ഇക്കുട്ടിയെ കുറിച്ചുള്ള ചർച്ചയാവും. ഇക്കുട്ടി നിന്റേതാണോ എന്നാ നോക്കണ്ടേ? ഞാനിത് പറഞ്ഞു വരുന്നത്, അബുദാബി കുറെ മുടിയുണ്ട് ഇപ്പൊ പറയും. ഇനിയിപ്പോ എന്തായിണ്ട്, നമ്മക്കൊരു മുടി തന്ന വകയിൽ ഇനി അവിടെ ഉള്ള എല്ലാ മുടിയും നഷ്ടപ്പെടുത്തി കളയാം, അല്ലെങ്കിൽ ആരും ഇനി മുടി ഇല്ലാതിരിക്കുക.
അങ്ങനെയാണ്. നമുക്ക് തന്നതിനെ പറ്റിയാ ചർച്ച ചെയ്യേണ്ടത്. വേറൊരു സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ, അത് നിങ്ങൾ അവിടെ പോയി ചർച്ച ചെയ്തു. ഉണ്ടോ ഇല്ലേ, ഉണ്ടെങ്കിൽ എന്താ, അതിന്റെ ആൾക്കാരോട് ചോദിക്കുക. ഇവിടെ നമുക്ക് തന്ന മുടി, അതിന്റെ നീളം എത്ര, അതിന്റെ വലിപ്പം എത്ര, അതിന്റെ എണ്ണ എത്ര, ഇതിനെ കുറിച്ചല്ലേ നമ്മൾ ചർച്ച ചെയ്ത്. മറ്റതുണ്ടോ ഇല്ലേ, അതിന് കിതാബിൽ എന്ത് പറഞ്ഞു, ജവാഹിറുൽ ബിഹാറിൽ എന്ത് പറഞ്ഞു, അതിന്റെ അപ്പുറത്ത് എന്ത് പറഞ്ഞു, ഒക്കെ വേറെ ചർച്ച ചെയ്തോ. നമുക്ക് നമ്മുടെ കയ്യിൽ കേരളത്തിൽ ഇന്ന് 3 മുടി കഷ്ണമുണ്ട്. 2 ബർക്കാത്തി സയ്യിദന്മാരിൽ നിന്ന് ലഭിച്ചു, 1 അഹമ്മദ് ഖസർജിയിൽ നിന്ന് ലഭിച്ചു. ഈ തന്ന മുഴുവൻ ആളുകളെയും 100% മുസ്ലിം ഉമ്മത്തിന് വിശ്വാസമാണ്. വേറെ ആർക്കൊണ്ടോ ഇല്ലേ നമുക്കറിയില്ല. ഞാൻ ചോദിക്കുന്നേ, നിങ്ങൾക്ക് ഈ ലേബർ റൂമിൽ നിന്ന് ഈ കുട്ടിയെ കൊണ്ടുവന്ന് തന്നപ്പോ നിങ്ങൾക്ക് അവിടെ സംശയം ഉണ്ടായോ? കൊണ്ടുവന്ന ആളാരാ? മുത്തക്കിയായ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാ കൊണ്ട തന്നെ? നിങ്ങളെ സ്വന്തം ഭാര്യയാണെങ്കിലോ അപ്പം ബോധം കെട്ട് വീണതുവാ. ഇനി സ്വന്തം ഭാര്യ തന്നെ പറഞ്ഞാലോ, ഒറ്റ പെണ്ണ് പറഞ്ഞാൽ സാക്ഷിക്ക് പറ്റുമോ? 2 പെണ്ണില്ല, 2 ആണില്ലാതെ? എന്നാ നിനക്ക് സ്വീകരിക്കാൻ പറ്റും? ഇങ്ങനെയാണോ തെളിവ് നോക്കല്? സുഹൃത്തുക്കളെ, സംശയിക്കുന്നതിനുണ്ട് ഒരു അതിര് ഞാൻ പറഞ്ഞതിനർത്ഥം. സംശയിക്കുന്നതിനും ഉണ്ട് ഒരു അതിര്. എല്ലാറ്റിനും സംശയിക്കല. ഒരു മൊയ്ലിയാർക്ക് സംശയം, എന്താ സംശയം? ഞാന് ഇമാമായിട്ട് ജുമാക്ക് നിയത്തിയിട്ട് അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടിയിട്ട് ആരും എന്നെ തുടർന്നിട്ടില്ലെങ്കിലോ? ഒരു മൊയ്ലിയാരുടെ സംശയമാണ്. കാരണം ഞാൻ ഇമാമായിട്ട് കരുതുകയും ചെയ്തു, ആരുമായിട്ട് തുടർന്നില്ല, ഞാൻ എന്താ ചെയ്യാ? ഒരു മൊയ്ലിയാരുടെ സംശയം. മൗമൂമിയൊക്കെ ഒരു സംശയം, നമ്മളൊക്കെ സുജൂദ് ഇയാൾ എണീറ്റ് പോയെങ്കിലോ? വേറൊരു സംശയം. പറമ്പ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന ഒരു സംശയം. എന്താ സംശയം? രജിസ്റ്റർ ചെയ്ത് കൊടുത്ത അയാൾ പൈസ തന്നില്ലെങ്കിലോ? പൈസ കൊടുക്കുന്ന ഒരു സംശയം. പൈസ അങ്ങ് കൊടുത്തിട്ട് ഒപ്പിട്ടന്നില്ലെങ്കിലോ? എപ്പ രജിസ്റ്റർ നടക്കുക? ഇങ്ങനെ സംശയിക്കാൻ പാടുണ്ടോ? സംശയത്തിനുണ്ടോ പിന്നെ തീരല്? ഇങ്ങനെ സംശയിച്ചാൽ സംശയത്തിനുണ്ടൊരു പരിധി, അതിനുണ്ടൊരു എന്തിനുണ്ടൊരു അതിര്, എല്ലാം സംശയിക്കല. അതുകൊണ്ടാണ് അബ്ദുൽ മലിക് ഖസ്റൂനി തങ്ങൾ പറഞ്ഞത്, മുൽതഫിത്തുൻ ലാ യസിൽ വമുശക്കിക്കുൻ ലാ യുഫ്ലിഹു വമൻ ലം യഅരിഫിൻ നഖ്സ മിൻ ഔഖാതിഹി കുല്ലു ഔഖാതിഹി നഖ്സ്. തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല. സുന്നത്ത് ജമാഅത്തിൽ നിന്നിട്ട് മുജാഹിദിലേക്കും ജമാഅത്ത് ഇസ്ലാമിലേക്കും തിരിഞ്ഞു നോക്കാൻ പാടില്ല. പിന്നെയോ വമുശക്കിക്കുൻ ലാ യുഫ്ലിഹു, സംശയിപ്പിക്കുന്നവൻ വിജയിക്കൂല. ഒരുത്തന്റെ സംശയം പൊന്നാനിപ്പള്ളിയിൽ വിളിച്ചു പറയുന്നു, മാശറൽ മുസ്ലിമീൻ റഹിമക്കുമുല്ലാഹ് റവൽ ബുഖാരി വമുസ്ലിം അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സഇദൽ ഖതീബു അലൽ മിൻബരി ഫലാ യതകല്ലമൻ അഹദ് വമൻ തകല്ലമ ഫഖദ് ലഗാ വമൻ ലഗാ ഫലാ ജുമഅത ലഹ്. ഒരു മുജാഹിദിന് സംശയം, ഇത് ബുഖാരിയിലുണ്ടോ? നാം ആചരിക്കേണ്ടുന്ന പ്രവർത്തനങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ദീനായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഏതെല്ലാം ചെറുതും വലുതുമായ കാര്യങ്ങളുണ്ടോ, അതൊക്കെ സ്ഥിരപ്പെടണമെങ്കിൽ എന്താണ് വേണ്ടത്? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സഹാബി കേട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറ്റമറ്റ പരമ്പരയിലൂടെ നമുക്ക് കിട്ടിയിരിക്കണം. ഒരു മുജാഹിദിന് സംശയം, ഇത് ബുഖാരിയിലുണ്ടോ? ബുഖാരി മറിച്ച് നോക്കുമ്പോ എവിടെയും കാണുന്നില്ല. പൊന്നാനിയിലുണ്ട്, നാദാപുരത്തുണ്ട്, പാറക്കടവിലുണ്ട്, ബുഖാരിയിലുണ്ട്. നമ്മളെ ഇമാമിങ്ങളൊക്കെ പേച്ചുപോയി, പൊന്നാനിപ്പള്ളി പേച്ചുപോയി, നാദാപുരം പള്ളി പേച്ചുപോയി. ഇതേ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഇവൻ നോക്കിയിട്ട് കാണാത്തോണ്ട് ബുഖാരി ഇമാം റിപ്പോർട്ട് ഇല്ലാന്ന് വരുവോ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തവാത്തുറായി കാമിറൻ കാബിർ, നമ്മളെ മുൻഗാമികളായ മഹാന്മാര് വരെ നാവിലൂടെ റിപ്പോർട്ട് ചെയ്തു വന്നൊരു റിപ്പോർട്ട്, ആ റിപ്പോർട്ട് അച്ചടിച്ച് കാണുന്നില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ പൊളിക്കാൻ പറ്റുമോ? നിങ്ങൾ ശരിക്കും ആലോചിക്കണം. എന്താ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയെന്ന് പഠിക്കണം. നമ്മളെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന വഴി, അത് വിട്ടുകൊണ്ടൊരു സുന്നത്ത് ജമാഅത്തില്ല. അത് വിട്ടുകൊണ്ട് മുജാഹിദ് ജമാഅത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് അവരെ ക്ലാസും കേട്ടിട്ട് അതിനൊക്കെ സനത് വേണം, പൊന്നാനിയിലെ ആശ്രവളിക്ക് സനത് വേണമെന്ന് പറഞ്ഞാൽ, ഓ സുഹൃത്തെ, നീ സുന്നത്ത് ജമാഅത്തിന് പുറത്തു പോകലല്ലാതെ മുജാഹിദ് നന്നാവൂല, നീയും കൂടി ബടക്കാവും എന്നല്ലാതെ സുന്നത്ത് ജമാഅത്തിനും പൊന്നാനി പള്ളിക്കും ഒന്നും സംഭവിക്കൂല കേട്ടോ. ഇത് ശരിക്കും മനസ്സിലാക്കി വെച്ചോളണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞതിലേക്ക് തന്നെ കടക്കാം. സംശയത്തിന് അതിലുണ്ട് എന്നാ പറഞ്ഞത്. സംശയത്തിന് വേണം അതിര്. ഇതിരിക്കട്ടെ. അപ്പോ ഒരു കെട്ട് പൊടിയുണ്ട് അവിടെ അബൂദാബിയിൽ, ഇതല്ല ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് 2009. അത് ഞാൻ കേൾപ്പിക്കാൻ ഒന്ന്. രണ്ടാമത്തെ നിജസ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടി ഉദ്ദേശിച്ച മൊയ്ലിയാര് പറയുന്നതാണ്. രണ്ടാമത്തത് ഇയാള് പറയുന്നത് മർക്കസ് എന്ന് പറഞ്ഞാല്
അത് ഏപ്പിന്റെ പുയ്യാപ്പിള, അതിന്റെ മാനേജർ, മോനും എല്ലാം കൂടിയുള്ള ഒരു കുടുംബത്തിന്റെ എല്ലാം കൂടിയുള്ള ട്രസ്റ്റ്, അതാ മർക്കസ്. ഇയാൾ കാര്യമായിട്ട് പ്രസംഗിക്കുകയാണ്. ഈ രണ്ട് വിഷയം ഞാൻ ആദ്യം മുസ്ലിം ഉമ്മത്തിന് മുമ്പിൽ വെക്കുക. ഈ വിഷയത്തിന്റെ നിജസ്ഥിതി അറിയാൻ ശൈഖുന കാന്തപുരം ഉസ്താദിനെ ടെലിഫോൺ ചെയ്ത ആള് പറയുന്ന വാചക, ഞാൻ മുസ്ലിമീങ്ങളോട് ചോദിക്കുന്നത് ഇതിനെവിടെയും പോണ്ടില്ല, ഒരു പരിശോധന അബൂദാബിയിലും പോണ്ട, ഒരു പരിശോധന ആവശ്യമില്ല. ഇയാൾ ഈ പറയുന്ന വാചകങ്ങൾ കേട്ടോളൂ, കേൾക്കുന്നതിന് മുമ്പ് ഞാൻ വിഷയം പറയാം. ഇയാളോട് ഞാൻ ചോദിക്കുന്നത്, ഇയാൾ ഈ പറഞ്ഞതുപോലെ മർക്കസ് ഒരു കുടുംബത്തിന്റെ ട്രസ്റ്റ് ആണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, അതിനെവിടെയും പോണ്ടാലോ? കോഴിക്കോട് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ആർക്കും നോക്കാലോ അത് ട്രസ്റ്റ് ആണോ സൊസൈറ്റി ആണോ, അത് കുടുംബങ്ങളാണോ പുറത്തുള്ളവരുണ്ടോ? മർക്കസിന്റെ കമ്മിറ്റിയിൽ പാവപ്പെട്ട ഞാനുണ്ട്. ഞാൻ അവിടെ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. പഠിക്കുന്ന കാലത്തില്ല, ഈ അടുത്ത കാലത്ത് ഉസ്താദ് എന്നെ കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ട്. അലിബാഫയ്ക്ക് തങ്ങളുണ്ട്, മൂപ്പരാ പ്രസിഡന്റ്. ഞാൻ ചോദിക്കട്ടെ, കാന്തപുരം ഉസ്താദിന് അലിബാഫ തങ്ങൾ കുടുംബക്കാരനാവോ? പ്രസിഡന്റ് സയ്യിദ് അലിബാഫയ്ക്ക് തങ്ങളാണ്. അങ്ങനെ കാന്തപുരം ഉസ്താദിന് എങ്ങനെ അലിബാഫയ്ക്ക് തങ്ങൾ കുടുംബക്കാരനാകുക? വില്യാപ്പള്ളി ഉസ്താദുണ്ട്, വില്യാപ്പള്ളി ഉസ്താദിനെ കുടുംബക്കാരനാ? അപ്പൊ ഏത് കളവും എങ്ങനെ തലയെക്കെട്ടും കെട്ടി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഒന്ന്, ഇത് ആർക്കും പോയി പരിശോധിച്ചാൽ മനസ്സിലാവില്ല. ഒന്ന്. രണ്ടാമത്തത്, മർക്കസിൽ 2009 ഒരു കെട്ടുമുടിയിടുന്ന അവിടെ ഏതെങ്കിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികളെ നോക്കുന്ന ആയന്റെ തലയിൽ ഒരു കെട്ടുമുടിയില്ല എന്നല്ല ഞാൻ പറഞ്ഞ. നമ്മൾ ചർച്ച ചെയ്യുന്ന മുടി ഒരു കെട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊന്ന് കേൾപ്പിച്ചു കൊടുത്താൽ ഫസ്റ്റ്. ഈ കഴിഞ്ഞ നാഷണൽ ദഅവ കോൺഫറൻസ് നടക്കുന്നതിന് മുന്നോടിയായി ഒരു തീരുമാനത്തിൽ എന്താണ് ഇതിന്റെ കൃത്യമായ ഒരു വിശദീകരണം? ഒന്ന്, സത്യതാൽ എഴുതണം, ആളുകൾക്ക് യാഥാർത്ഥ്യം അറിയിക്കണം. അങ്ങനെ എവിടെ ചെന്നാലും ചോദ്യ. ആദർശ രംഗത്തെ ക്ലാസ് നടത്തുമ്പോ നബിന്റെ മുടിക്ക് മറക്കത്തുണ്ടെന്ന് പറയുമ്പോ നബിന്റെ മുടിക്ക് ആരെന്തൊരു മർക്കസുണ്ട് എന്ന് പറയുന്നില്ല, അതിനെ കുറിച്ച് എന്താ അഭിപ്രായം പറയുന്നു? ഇയാള് കാന്തപുരാണെങ്കിലും കൂടി നമ്മൾ ആദർശത്തിന് കുഴപ്പം വരാൻ പാടില്ലല്ലോ, കൃത്യമായ മറുപടി പറയണ്ടേ? ആ ബോധ്യപ്പെടണം. പലപ്പോഴും നമുക്ക് ധൈര്യമില്ല പറയാൻ, കാരണം കാന്തപുരത്തിന് അടുത്തറിയുന്ന ആണെന്ന നിലയിൽ കാന്തപുരം റസൂലുള്ളാഹിന്റെ മുടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ 1% പോലും സത്യത്തിന് സാധ്യതയില്ല എന്ന് ഉറപ്പാ. കാരണം കാന്തപുരത്തിന് തിരിച്ചറിയുന്ന ആളുകളാണ് നമ്മുടെ കൂടുതൽപ്പെട്ട ആളുകൾ. നമുക്ക് അനുഭവങ്ങൾ ധാരാളം. ഇപ്പൊ ഒരിക്കൽ ഭയങ്കര ഒരു പ്രശ്നമുണ്ടായി. ഒരു ക്ലാസ്സാ, സംശയം ചോദിച്ചു, കാന്തപുരം റസൂലുള്ളാഹിന്റെ മുടി ഉണ്ടെന്ന് പറയണ്ടല്ലോ, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. MP മുസ്തഫൽ ഫൈ സ്റ്റേജിൽ മൂപ്പർ എഴുന്നേറ്റ് പറഞ്ഞു, അത് കാന്തപുരത്തിന്റെ മുടിയായിരിക്കും എന്ന് പറഞ്ഞു. കാരണം മൂപ്പർക്ക് ശരിക്കറിയാം കാന്തപുരത്തിനെ കുറിച്ച്. ഈ കാര്യത്തിന്റെ സ്ഥിരീകരണം കിട്ടാൻ വേണ്ടി നമ്മുടെ ഓഫീസിൽ വെച്ച് ഞാൻ ടെലിഫോൺ ചെയ്തു. ഇതിന്റെ കൃത്യമായ വിവരണം ഈ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ റബീഉൽ ലെവൽ 1 ആ സത്യതല എഴുതാൻ വേണ്ടി. ഞാൻ ഇന്ന ആളാണ്, കോഴിക്കോട് SKSന്റെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്, എനിക്ക് AP ഉസ്താദിനെ കിട്ടണം, ഒരു വിഷയം സംസാരിക്കാനാണ്. അപ്പോ എന്താ വിഷയം എന്ന് ചോദിച്ചു. അല്ലെ, അങ്ങനെ നമ്മൾ ആദർശവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. റസൂലുള്ളാഹിന്റെ മുടിനെ കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നത് എല്ലാ സ്ഥലത്തും മുജാഹിദുകള് അവർ കൃത്യമായ വിവരം അറിയാനാണ്. അപ്പൊ ടെലിഫോൺ എടുത്ത ആൾ പറഞ്ഞു, ഷെയ്ഖുന സ്ഥലത്തിലെ പുറത്താണ്, ഇവിടെ സീഫൈസ് ഉണ്ട്. സീഫൈസ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖുനാന്റെ മകളെ കല്യാണം കഴിച്ച ഭർത്താവ്, മരുമകനല്ലേ പുതിയാപ്പട, അദ്ദേഹമാണ് ജനറൽമാർ. ഒക്കെ സ്വന്തക്കാരാണ് ഇവിടുത്തെ ആൾക്കാർ. മകനും മരുമകനും ബന്ധപ്പെട്ട ആൾക്കാരും ഒരു ട്രസ്റ്റ് ആക്കിയേക്കാണ് കാന്തപുരം മർക്കസ് എന്ന് പറയുന്നു. അവിടെ ഉസ്താദ് സീഫൈസ് കൊടുത്തു. ഞാൻ പരിചയപ്പെടുത്തി, ഞാൻ ഇന്ന ആളാണ്. ഞാൻ ഇങ്ങനെ വിഷയം ആദർശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബുദ്ധിമുട്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഒരു കൃത്യമായ വിശദീകരണം തന്നാൽ ഇത് നബിന്റെ മുടി തന്നെയാണോ, എവിടുന്ന് കിട്ടിയാലും ജസ്റ്റ് ഒരു വിവരം കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, ഫൈസി എനിക്കതിനെ പറ്റാറില്ല, ഞങ്ങൾ 4 കഴിഞ്ഞ മൂപ്പരോട് ചോദിച്ചോളിയായിരുന്നു. ഞാൻ പറഞ്ഞു, ഫൈസി അതിന്റെ ജസ്റ്റ് നിങ്ങൾക്ക് മർക്കസിലുള്ള സാധനമാകുമ്പോൾ ഇത്ര പ്രധാനപ്പെട്ട വിഷയം ഒരു പ്രാഥമിക വിവരം ഉണ്ടാവുന്നത്, എവിടുന്ന് കിട്ടി, എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത്. അത് പറഞ്ഞു മറുപടി, അത് ഗുജറാത്തിനോ ബോംബെന്നോ എവിടുന്നോ കിട്ടിയാണ്, എനിക്കതിനെ പറ്റുന്നത് മൂപ്പര് വന്നിട്ട് ചോദിച്ചോളി. അപ്പൊ സീഫൈസിക്ക് ഒരു വിശ്വാസമായി, എനിക്ക് ഉറപ്പായി. കാരണം മൂപ്പരും അപ്പൊ നമുക്ക് ഉറപ്പായി സംഭവം തട്ടിപ്പാണ്. നാം വരട്ടെ വിചാരിച്ചു. അപ്പൊ നാഷണൽ ദഅവ കോൺഫറൻസ് അപ്പോഴേക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് നമ്മുടെ ആൾക്കാർ പറഞ്ഞു, നാസർ ഒന്ന് വിളിച്ചു നോക്കാൻ ചോദിച്ചു. വിളിച്ചു വരുന്നല്ലേ, വിളിച്ചു. ഫോൺ ഇയാൾക്ക് 10 മണിക്ക് കൊടുക്കാറുള്ളൂ. 10 മണിക്ക് മൊബൈൽ ഒന്നും കൊടുത്തു. അപ്പോ ഞാനിങ്ങനെ പറഞ്ഞു, ഉസ്താദേ നമ്മൾ പണ്ട് കാലത്ത് വലിയ ബന്ധമായിരുന്നു, പിന്നെ ആദർശ രംഗത്ത് ഇപ്പോഴും നമ്മൾ 1-2 സംഘടനയുള്ളൂ. പക്ഷെ ഇപ്പൊ ഒരു ആദർശ രംഗത്ത് ഒരു പ്രശ്നം, എവിടെ ചെന്നാലും ഒരു ചോദ്യം ചോദിക്കുന്നത് നബിന്റെ മുടി മർക്കസിലുണ്ട്, പക്ഷെ നമുക്ക് ഉറപ്പിച്ചതിനെ പറ്റി ചോദിക്കുമ്പോൾ അതിന് സനതുണ്ടോ, അത് എവിടുന്ന് കിട്ടിയ പരമ്പര പറയാൻ പറ്റുമോ, നബിയിലേക്ക് എത്തുന്ന ചോദിക്കുമ്പോൾ ഒരു മറുപടി പറയാൻ, ഉറപ്പ് പറയാനേ അതിന് നിജസ്ഥിതി അറിയാനാ ഉസ്താദിനെ വിളിച്ചത്. നേരത്തെ സീഫൈസിനെ വിളിച്ചത് ഉസ്താദ് വരും എന്ന് പറഞ്ഞപ്പോൾ കാത്തിരുന്നതാണ്, ഉസ്താദിനെ വിളിക്കുകയാണ്. ആ മോനെ എന്താ സംശയം, റസൂലുള്ളാഹിന്റെ മുടി ഇവിടെ ഉണ്ടല്ലോ, എന്തൊക്കെയാണ് മോന്റെ വിശേഷങ്ങള്, മോനിപ്പോ എവിടെയുള്ളത്? ഞങ്ങൾ കരുവാരണ്ടാണ്. മാനുഷ്യാരുടെ വിവരം എന്താണ് മോനെ എന്നിങ്ങനെ ചോദിച്ചിട്ട് മൂപ്പര് റസൂലുള്ളാഹിന്റെ മുടിന്റെ വർണ്ണനകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇബ്നു സീരീൻ റസൂലുള്ളാഹിന്റെ മുടിന്റെ പുണ്യത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, അങ്ങനെ പറഞ്ഞേക്കുന്നത്, ഹദീസുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഒരു 10 മിനിറ്റോളം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഉസ്താദേ ഞാൻ ചോദിച്ചത്
ആ മുടി ഉസ്താദിന് എവിടുന്ന് കിട്ടി? അതിന്റെ ഒരു കൃത്യമായ പരമ്പര. അപ്പൊ വെല്ലൂരിന്ന് കിട്ടിയതാണോ? വെല്ലൂർ പോകൂലേ? അല്ല സുഡാനിന്ന് കിട്ടിയാണോ? സുഡാനിൽ പോകൂലേ?